ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ട് നിങ്ങൾക്ക് എന്നെ മടുത്തിട്ടുണ്ടാവും. ആക്ച്വലി ഞാൻ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് വെയ്യായിരുന്നു. ഇപ്പം ഞാനതൊക്കെ ഒന്ന് റെഡി ആക്കി എണീറ്റിട്ടുള്ളൂ. അപ്പം ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആക്കണം എന്ന് ഞാൻ അങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഇൻഷാല്ല സെറ്റ് ആക്കുമ്പോൾ നമുക്കൊരു വീഡിയോ ഒക്കെ സെറ്റ് ആക്കാം കേട്ടോ. വീഡിയോ ഒക്കെ എടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ 40K ഫോളോവേഴ്സായി, സബ്സ്ക്രൈബറായി, 40,000 അപ്പം ഞാൻ Q&Aൻ്റെ ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പം തന്നെ അതിൽ 300 സംതിങ് ക്വസ്റ്റ്യൻസൊക്കെ വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഞാൻ അതിനൊക്കെ റിപ്ലൈ തരാമെന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും 50K ആവുന്ന അന്ന് നമുക്ക് അത് ചെയ്യാം കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ തരാം. സോ ഇന്ന് വന്നിട്ടുള്ളത്, എനിക്ക് കുറച്ച് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് കൂടുതൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എങ്ങനെയാണ് തമ്പനെയിലൊക്കെ എഡിറ്റ് ആക്കുന്നതെന്നുള്ളത്. ഇത്താത്ത എങ്ങനെയാണ് തമ്പനെയിലൊക്കെ എഡിറ്റ് ആക്കാറ്, ഒരു ഫുൾ വീഡിയോ ഇടാമെന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് തമ്പനയിൽ ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. ഈ വീഡിയോൻ്റെ തമ്പനയിൽ ഞാൻ എങ്ങനെ ഉണ്ടാക്കി എന്നോട് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുറേ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട്. ഡേ ഇൻ മൈ ലൈഫിൻ്റെ ഇതിലും പേഴ്സണലായിട്ട് നമ്പർ എടുത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് തമ്പനയിലൊക്കെ എഡിറ്റ് ആക്കുന്നത്. ചേരാട്ടോ, സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ട് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ കുറച്ച് ആൾക്കാർക്കെങ്കിലും ബിഗിനർ, ഇപ്പോൾ ഞാനും ഒരു ബിഗിനറാണ്. അപ്പോൾ എൻ്റെ മാതിരി ചാനലൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് കുട്ടി നമ്മളെ മാരത്തെ കുട്ടി യൂട്യൂബേഴ്സിനൊക്കെ ഹെൽപ്പ് ആവുകയാണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇഷ്ടമുള്ളവർ കാണാം. പിന്നെ എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ കൂടെ അറിയിക്കാം കേട്ടോ. ഇൻഷാല്ല നമ്മൾ 50K ആകുമ്പോൾ നമ്മളൊരു കുട്ടി കേക്ക് മുറിക്കാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി പ്രോപ്പറായിട്ട് വീഡിയോ ഇടാൻ ഞാൻ ശ്രദ്ധിക്കാം കേട്ടോ. എനിക്ക് വയ്യാത്തതുകൊണ്ടായിരുന്നു. പിന്നെ വയനാട്ടിലത്തെ ഐഷും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് വയ്യാതായതാണ്. മൊത്തത്തിൽ ഡസ്പ് ചെയ്യുന്നു. ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇൻഷാല്ല നമുക്ക് വീഡിയോസൊക്കെ വഴിയെ ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പം കണ്ടോക്കാം കേട്ടോ തമ്പനയിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത്. ഞാൻ പിക്സാർട്ടിലും അതുപോലെ തന്നെ ക്യാൻവ എന്ന് പറഞ്ഞ ആപ്പിലുമാണ് കൂടുതലും തമ്പനെയിലൊക്കെ ഉണ്ടാക്കാറ് കേട്ടോ. ഈ 2 ആപ്പിലാണ്. പിക്സാർട്ടിൽ ഇപ്പോൾ എഡിറ്റ് ചെയ്യൽ തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ. കൂടുതലും ഞാൻ ക്യാൻവയിലാണ് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ക്യാൻവയിലില്ലാത്ത കുറേ ഓപ്ഷൻസ് നമുക്ക് പിക്സാർട്ടിൽ അവൈലബിൾ ആണ്. അപ്പം ഞാൻ ക്യാൻവ തൽക്കാലമായിട്ട് നിർത്തി വെച്ചിട്ട് പിക്സാർട്ടിലാണ് എഡിറ്റ് ചെയ്യുന്നത്. വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. CapCutലാണ്. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് നമുക്ക് പിന്നെ ഒരു ദിവസം ഇടാം. ഇപ്പം ഞാൻ തമ്പനെയിൽ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വീഡിയോ എന്തായാലും കണ്ടുനോക്കാം. എഡിറ്റ് പോവാണ് കേട്ടോ. പിക്സാർട്ടിലാണ് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് തുറക്കുമ്പോൾ തന്നെ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഇത് ലോഗിൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സ്കിപ്പ് അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇങ്ങനത്തെ ഒരു ഇതായിരിക്കും വരുന്നുണ്ടാവുക, ഒരു പേജായിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ ഫോട്ടോ ആണ് എടുക്കാനുള്ളത്. അപ്പം നമ്മൾ ഫോട്ടോ അല്ലേ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ ഫോട്ടോ എടുക്കുക. ഗൈസ്, ഞാൻ എനിക്ക് അറിയുന്ന പോലെ ഇട്ടോ പറഞ്ഞിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. എന്നിട്ട് പിന്നെ ഞാൻ എഡിറ്റ് ചെയ്യാറ് ബാക്ക്ഗ്രൗണ്ട് കണ്ടോ. ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സിലുണ്ട്, അതുപോലെ തന്നെ തീംസിലുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യാറ്, നോർമലി ഞാൻ എടുക്കാറുള്ളത് ഈ ഒരു യെല്ലോ കളറാണ്. ഇത് ഓൾറെഡി ഞാൻ 2-3 വട്ടം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ വിചാരിക്കുന്നത് വേറെ ഒരു തീമിൽ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പിങ്ക് കളറിൽ ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇത് യൂട്യൂബ് തമ്പനെയിലിൻ്റെ സൈസിനാക്കി എടുക്കണം. അപ്പോൾ ടൂൾസ് എന്നുള്ള ഓപ്ഷനിൽ ക്രോപ്പ് കണ്ടോ, ഈ ക്രോപ്പ് എന്നുള്ള ഓപ്ഷൻ നിൽക്കുക. അതിനുശേഷം 16.9 ഇതാണ് കറക്റ്റ് തമ്പനെയിലിൻ്റെ സൈസ് വന്നിട്ട് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, ക്രോപ്പിൽ 16.9 തമ്പനെയിലിൻ്റെ കറക്റ്റ് സൈസ് വന്നിട്ട്. ഇപ്പം 3.2 എടുക്കുകയാണെങ്കിലും പ്രശ്നമില്ല. പക്ഷേ സൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഇതാകുമ്പം നമുക്ക് കറക്റ്റ് സൈസിന് കിട്ടും. അങ്ങനെ ഈ 16.9 സെലക്ട് ആക്കിയതിന് ശേഷം ഈ ഒരു ശരിയുണ്ടോ, ടിക്ക് മാർക്ക് ഉണ്ടോ, ഇതൊന്ന് നെക്കി കൊടുക്കുക. അപ്പോൾ ഇതാ നമുക്ക് ഇങ്ങനെ കിട്ടും കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിലേക്ക് വേണ്ട ഫോട്ടോ ആഡാക്കി കൊടുക്കുക എന്നാണ്. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങളെ ഒരു ബുദ്ധി വെച്ചിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് സ്റ്റെപ്പ് മെത്തേഡ് മാത്രമാണ് ഞാൻ കാണിച്ചു തരുന്നത്. നിങ്ങളെ ക്രിയേറ്റിവിറ്റി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പലതും ചെയ്യാം കേട്ടോ. പിന്നെ ഇതാ ഞാനിവിടെ ആഡ് എ ഫോട്ടോ ഈ ഒരു ഓപ്ഷൻ നെക്കിയതിന് ശേഷം ഞാൻ ഓൾറെഡി തമ്പനെയിലിന് വെക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ച ഫോട്ടോ ആഡാക്കി കൊടുക്കുകയാണ്. പിന്നെ ഇതാ ഞാൻ ഇതൊന്നും വലുതാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. തമ്പനെയിൽ ജസ്റ്റ് നമുക്ക് കാണണമല്ലോ, എന്നിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ളത് കട്ടൗട്ടാണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കി കളയണം എന്നുണ്ടെങ്കിൽ കട്ടൗട്ടാണ് കേട്ടോ നമുക്ക് നക്കേണ്ടത്.
ഇതാ ഞാൻ കട്ടൗട്ട് നെക്കിയതിന് ശേഷം പേഴ്സൺ ആണോ ഫേസ് ആണോ, നിങ്ങൾക്ക് ഇവിടെ കുറേ ഉണ്ട്, സ്കൈ, ക്ലോത്ത്, ഹെഡ്, ഹെയർ, ബാക്ക്ഗ്രൗണ്ട്, എന്താണോ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയേണ്ടത്. സോ എനിക്കിപ്പം പേഴ്സൺ എന്നാണ് ഞാൻ നെക്കി കൊടുക്കുന്നത്. പേഴ്സൺ നെക്കി കൊടുത്താൽ നമുക്ക് കറക്റ്റ് ഭാഗത്ത് കിട്ടത്തുള്ളൂ. സോ ഗായ്സ് ഞാനൊന്ന് റെഡി ആക്കട്ടെ കേട്ടോ. പേഴ്സൺ നെക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പം എക്സ്ട്രാ ഭാഗമൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ഇതാ ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കും വരിക. പിന്നെ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ ഒരു ബോർഡർ എന്ന് പറഞ്ഞൊരു ഐറ്റം. ഞാനിവിടെ എക്സ്ട്രാ ഉള്ള ആ ഒരു കളർ ഇതൊക്കെ ഒന്ന് മായ്ച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ അതാ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് ഈ ഒരു വെള്ള ബോർഡർ ഉണ്ടല്ലോ, അതാണ് അടുത്ത ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ സൈഡിലോട്ട് സ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, നീക്കി കഴിഞ്ഞാൽ ഈ ഒരു ബോർഡർ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം കാണാൻ പറ്റും. അത് നെക്കിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണോ ബോർഡർ വയ്ക്കേണ്ടത് ആ കളറിലൊക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. നോർമലി കുറച്ചും കൂടെ രസം വൈറ്റ് കളറാണ്. സോ ഞാൻ വൈറ്റ് കളറാണ് പേഴ്സണലി യൂസ് ചെയ്യാറ്. അത് നിങ്ങൾക്ക് എത്ര എളുപ്പത്തിനും വീതിനും വേണോ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാ ഈ ഒരു തമ്പനയിലിൽ എനിക്ക് തോന്നുന്നു ഇത്ര ആയിരിക്കും രസം. അപ്പോൾ ഇതാ ഞാൻ ഇത്ര വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത്ര വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ടിക്ക് നെക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ ഇതിങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഞാൻ എൻ്റെ ഈ വീഡിയോൻ്റെ ഇപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുള്ള വീഡിയോക്ക് വേണ്ടിയിട്ടുള്ള തംബ്നെയിലാണ് അപ്പം ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണോ ഉണ്ടാക്കേണ്ടത് അതുപോലെ ഒരു ക്രിയേറ്റിവിറ്റിയിൽ നിങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അടുത്തതായി ചെയ്യാൻ വേണ്ടി പോകുന്നത് പിക്സാർട്ടിൻ്റെയും ക്യാൻവൻ്റെയും ഫോട്ടോ ഇവിടെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതും ഇതുപോലെ തന്നെ ആഡ് ഫോട്ടോ നെക്കിയതിന് ശേഷം അത് സെലക്ട് ആക്കിയിട്ട് കട്ടൗട്ട് നെക്കി കൊടുക്കുകയാണ്. കട്ടൗട്ട് നെക്കി കൊടുത്തിട്ട് പേഴ്സൺ ഇല്ല, അപ്പം ഫേസ്. അപ്പോൾ വേണമെങ്കിൽ നമുക്കിങ്ങനെ ബ്രഷ് ചെയ്ത് വിടാം കേട്ടോ. ഇതിൽ ഫേസും ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിങ്ങനെ ബ്രഷ് ചെയ്തിട്ട് വിടാം. ഞാൻ ഇത് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതാ ഈ പിക്സാർട്ടിൻ്റെ ഈ ഒരു ലോഗോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് എറൈസ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഒന്ന് വൃത്തിയാക്കി കൊടുക്കാം കേട്ടോ. അപ്പം ഒരു വൃത്തിഹീനമായി ഇരിക്കണ്ട എന്ന് കരുതിയിട്ടാണ്. ഒരു വൃത്തിക്ക് ചെയ്ത് കൊടുത്താൽ ഒരു രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ പിക്സാർട്ട് നമ്മളത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഉണ്ടല്ലേ, എഡിറ്റ് ചെയ്യട്ടെ. അതാ ഇനി നമുക്ക് ഈ ഒരു പിക്സാർട്ടിന് ബോർഡർ വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് ക്യാൻവ, അപ്പോൾ ഞാൻ ക്യാൻവ ആഡാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഗായ്സ്. എന്നിട്ട് ബാക്കി ഭാഗമൊക്കെ എറൈസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ഈ ഒരു ക്യാൻവൻ്റെ ഷേപ്പ് വട്ടത്തിലാണ്, അപ്പോൾ അതൊക്കെ എറൈസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അത് എറൈസ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അത് വെച്ച് കൊടുക്കാം. ക്യാൻവയ്ക്ക് ഞാൻ ചെറുങ്ങനെ ഒരു ബോർഡർ വെച്ച് കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ പിന്നെ ഞാനത് വേണ്ട വിചാരിച്ചു. അങ്ങനെ ഏകദേശം നമ്മളെ തമ്പനയിൽ സെറ്റായിട്ട്. അപ്പോൾ നിങ്ങളെ ഒരു ക്രിയേറ്റിവിറ്റി വെച്ചിട്ട് നിങ്ങളെങ്ങനെയാണോ നിങ്ങളെ മനസ്സിൽ കാണുന്നത് അതിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. ജസ്റ്റ് മെത്തേഡ് മാത്രമാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ എൻ്റെ ഈ തമ്പനയിൽ ഞാൻ ഈ ഒരു 2 ഐറ്റംസാണ് കാണിക്കുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോൻ്റെ തമ്പനയിലാണ്. നെക്സ്റ്റ് ഞാൻ ടെക്സ്റ്റ് എന്നുള്ള ഭാഗത്ത് ഹൗ ടു എഡിറ്റ് തമ്പനയിൽ എഴുതി കൊടുക്കുകയാണ്. അതാണ് നമ്മളുടെ തമ്പനയിൽ ക്യാപ്ഷൻ വന്നിട്ട്. അപ്പം ഇവിടെ നമുക്ക് പല ഫോണ്ട് അവൈലബിൾ ആണ്, പല സ്റ്റൈലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം നല്ല സുഖമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ആപ്പാണ് പിക്സാർട്ട്. പിന്നെ അതിൻ്റെ കളറ് ഇതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. സൈസും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളിഷ്ടത്തിന് ചെയ്യുക. ഇതെല്ലാം ജസ്റ്റ് നമുക്ക് സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ അറിയാമല്ലോ, അപ്പോൾ ഒരു ക്രിയേറ്റിവിറ്റി വെച്ചിട്ട് ചെയ്യലാണ് കേട്ടോ ഇതൊക്കെ. ഇതിപ്പം ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ചെയ്യാറ്. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് തമ്പനയിലൊക്കെ എഡിറ്റ് ആക്കുന്നതെന്ന്. പിന്നെ ഞാൻ ഇതിൻ്റെ അടിയിൽ മലയാളത്തിലും കൂടി എഴുതുന്നുണ്ട് കേട്ടോ, ഞാൻ എങ്ങനെയാണ് തമ്പനയിൽ ഉണ്ടാക്കുന്നത്. ഒരു ക്യാപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഞാൻ അതിലൊരു ബോർഡർ കൊടുക്കുകയാണ്, ഒരു കറുത്ത ബോർഡർ.
ഇതാ മലയാളത്തിൽ എഴുതിയും കൂടി കഴിഞ്ഞപ്പോൾ നമ്മളെ തമ്പനയിൽ ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ഇടട്ടോ. ഈ ഒരു ഇതിൻ്റെത് ഞാൻ പറയണത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതാ എൻ്റെ ഈ ഒരു വീഡിയോൻ്റെ തമ്പനയിൽ ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്കും ഒരു 2 മിനിറ്റ് കുത്തിയിരുന്നാൽ നിങ്ങൾക്കും ഇതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ചെറിയ അതായത് ഇതിൻ്റെ പോലെ സ്റ്റാർട്ടർക്കൊക്കെ ഇത് ഒരു ഹെൽപ്പ് ആവുന്നുണ്ടെങ്കിൽ ആകട്ടെ എന്ന് വിചാരിച്ച് അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് കൂടെ ചോദിക്കാൻ, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും അപ്പോൾ ഗായ്സ്, എൻ്റെ തമ്പനയിൽ ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ